സാധാരണ 8-8:30 മണിക്ക് വരുന്ന ആള് മണി 9 കാണുന്നല്ലോ. അയ്യേ, നേരെ എത്രയായിട്ട് ഇനി എണീറ്റില്ലേ? ഇന്ന് ജോലിക്ക് പോണില്ലേ? ഇല്ല, വയ്യ, വല്ലാതെ ക്ഷീണം തോന്നുന്നു. ഇന്ന് ഓഫീസിൽ പോകുന്നില്ല. അയ്യോ, എന്താ നല്ല ചൂടുണ്ടല്ലോ. രാത്രി പച്ചവെള്ളത്തിൽ കുളിച്ചു അല്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഈ തണുപ്പത്ത് ആരെങ്കിലും പച്ചവെള്ളത്തിൽ കുളിക്കോ? അതും രാത്രിയില്? ഒന്നുമില്ല തുളസി, സാധാരണ പനിയല്ലേ, 2 ദിവസം കൊണ്ട് മാറും. മരുന്ന് വല്ലതും കഴിച്ചോ? ഇല്ല. ഇതാദ്യം കഴിക്കൂ. എന്താ ഇത്? ചുക്കാപ്പി. ചുക്കുകാപ്പി പിന്നെ മധുരിച്ചിട്ടായിരിക്കുക. അസുഖം മാറണേ കുറച്ച് കയ്പൊക്കെ ഇറക്കണം. മിണ്ടാതെ മൂടി പോച്ച് കിടന്നു. ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞി കൊണ്ടുവരാം. എന്തിനാ തുളസി ഇതൊക്കെ? മനസ്സുണ്ടായിട്ട്. ആ പഴം അവിടെ വെച്ചേക്ക് തുളസി. പനി മാറിയിട്ട് കഴിക്കാം. ദിവസവും കൊണ്ട് തരുന്ന പോലത്തെ പൂവല്ല ഇത്. നോക്ക്, ഞാൻ തന്നെ കാട്ടിന്റെ ഉള്ളിൽ പോയി പറിച്ചുകൊണ്ട് വന്നതാ. ഇത് ചന്തയെ കൊണ്ടുപോയി കൊടുത്താൽ എത്ര പൈസ കിട്ടുന്നറിയാമോ? അതിനൊന്നും പോവാണ്ട് എന്തിനാ ഞാനിത് കൊണ്ടു തരുന്നത് അറിയാലോ? വല്ലാത്ത പനിയുണ്ട്, അത് മാറണം. ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങും, പറഞ്ഞേക്കാം. എന്തിനാ പാവം മൂപ്പരോട് പിണങ്ങുന്നത്? ആരോട് ചോദിച്ചിട്ടാ പുറത്തിറങ്ങിയത്? അസുഖം കൂട്ടാനാണെങ്കിൽ ഓരോന്ന് തുടങ്ങണേ. ഓ പിന്നെ, ഒരു ചെറിയ പനി വന്നതിന്. ചെറിയ പനി തന്നെ സൂക്ഷിക്കായിരുന്ന വലിയ ജ്വരമായിട്ട് മാറണത്. ഇങ്ങോട്ട് നോക്ക്, എന്റെ പനി മാറി. അതുകൊണ്ടല്ലേ ഞാൻ നടക്കാൻ ഇറങ്ങിയത്. ആരാ പറഞ്ഞത് പനി മാറിയെന്ന്? ചേടാ, പനി വന്നത് എനിക്കല്ലേ, അത് മാറുമ്പോ എനിക്ക് അറിഞ്ഞൂടെ? ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? സംശയം ഉണ്ടെങ്കിൽ വന്ന് തൊട്ട് നോക്ക്. ശരിയാ, ഇപ്പൊ എല്ലാം മാറിട്ടോ. വിശ്വാസമായോ? എന്താ ഇത്ര പെട്ടെന്ന് പനി മാറാൻ കാരണം അറിയോ? എന്റെ കൃഷ്ണന്റെ ശക്തിയാ. ഇന്നലെ ഇന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. പിന്നെ എന്താ? ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂ. അസുഖം മാറി ഇവിടെ കൊണ്ടുവരാൻ ഞാൻ വാക്ക് പറഞ്ഞിരുന്നു. ദേ, ഇത് കൃഷ്ണന്റെ കാൽക്കൽ വെച്ച് തൊഴുതേ. എന്താ തുളസി ഇത്? പറഞ്ഞത് ആദ്യം ചെയ്യും. ദൈവത്തിന്റെ മുമ്പിലാ നിൽക്കുന്നത്. ദിവസവും വിളക്ക് കൊടുത്ത ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഞാൻ പൂക്കൾ കൊണ്ടുതരാം. നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഇവിടത്തെ ഇൻസ്പെക്ഷൻ ഏതാണ്ട് കഴിഞ്ഞു എന്ന് പറയാം. നിങ്ങൾ ഈ റേഞ്ചിൽ വന്നതിന് ശേഷം ഐ മസ്റ്റ് സേ കാര്യമായ മാറ്റങ്ങളുണ്ട്. വെരി ഗുഡ് പ്രോഗ്രസ്. താങ്ക് യു സർ. പിന്നെ ഞാൻ വിളിപ്പിച്ചത് ചന്ദനക്കാവ് റേഞ്ചിലെ ഇൻചാർജ് ലീവിലാണ്. കൂപ്പിലെ സ്റ്റോക്ക് പൊസിഷൻ ഒന്ന് വെരിഫൈ ചെയ്യണം. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഒന്ന് പോയിട്ട് വരും. ഇപ്പൊ തന്നെ പുറപ്പെട്ടോളൂ. പറ്റിയാൽ ഇന്ന് തന്നെ മടങ്ങാമല്ലോ. ശരി സർ. ജസ്റ്റ് 1 minute. വേറൊരു കാര്യം. അഫ്കോഴ്സ് ഇറ്റ് ഇസ് നൺ ഓഫ് മൈ ബിസിനസ്, ബട്ട് സ്റ്റിൽ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഇവിടെയുള്ള ഏതോ ഒരു എസ്റ്റേറ്റ് ഗേളുമായി അല്പം അടുപ്പത്തിലാണെന്ന് കേട്ടു. കുറേശ്ശെ കുസൃതികളും തമാശകളും ഒക്കെ ആകാം, അതിനുള്ള പ്രായവുമാണ്. പക്ഷേ അതിനപ്പുറം പോകരുത്. നമുക്കൊരു സ്റ്റാറ്റസും പൊസിഷനും ഒക്കെ ഉണ്ടല്ലോ. ഇറ്റ് ഇസ് നൺ ഓഫ് മൈ ബിസിനസ് എന്നാലും പറയുകയാണ്. സാറ് പറഞ്ഞത് ശരിയാണ്. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. തുടങ്ങിയോ? ഇവിടെയുള്ള ജോലി നോക്കിയാ പോരെ? അത് ശരി, അങ്ങനെ പറഞ്ഞാ പറ്റുമോ? അവിടുത്തെ ജോലി അയാളോട് പോയി നോക്കാൻ പറയൂ. ഞാൻ ചെന്ന് പറയട്ടെ, തുളസി ഇങ്ങനെ പറഞ്ഞൊന്നും അതുകൊണ്ട് പോകാൻ പറ്റില്ലെന്നും. ഒരുപാട് ദൂരമില്ലേ ഇവിടുന്ന്? പോയിട്ടിനി എപ്പോ വരാനാണ്? ജീപ്പിലല്ലേ പോകുന്നത്? സന്ധ്യക്ക് മുമ്പേ ഞാൻ ഇങ്ങെത്തും. ഉറപ്പാണോ ഇന്ന് തന്നെ എത്തുമെന്ന്? പറച്ചിലും ഭാവവും കേട്ടാ ഞാനെന്തോ കാശിക്ക് പോവാണെന്ന് തോന്നുമല്ലോ.
സൂര്യൻ താഴുന്നതിന് മുമ്പ് ഞാനിവിടെ ഉണ്ട്. ഉറപ്പാണല്ലോ. പിന്നല്ലാതെ. ഞാൻ നോക്കി നിൽക്കും. സമ്മതിച്ചിരിക്കുന്നു. പോരെ, ഞാൻ പോയിട്ട് വരട്ടെ. ഉം? ഉം. ചായപ്പൊടി 100, പഞ്ചാര കാക്കിൽ. പിന്നെ അല്ല, വേറെ വല്ലതും വേണമെന്നാ ചോദിച്ചതേ. ആ, എന്നാ 5.50. തുളസി, ബാക്കി വേണ്ടായോ? ചില്ലറയില്ല, 5 പൈസ പിന്നെ തരാമെന്നെങ്ങാനും പറഞ്ഞാൽ കഴുത്തിന് പിടിക്കാൻ വരുന്ന പെണ്ണ. ഇവക്കെന്തു പറ്റി? അത് പിന്നെ ആ പ്രായത്തിന്റെ കോളാറാ. ഇരുട്ടുന്നതിന് മുമ്പ് വരും അല്ലേ? എന്തു വെച്ചാൽ ഇങ്ങനെ ഒരു നിപ്പ്, വെറുതെ ഒരു ഓടക്കോളം പിടിച്ചോണ്ട്. എത്ര വർഷമായിട്ട് ഞാൻ നിനക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു, കുറച്ചെങ്കിലും നന്ദി വേണ്ടേ? തനിക്കിന്ന് വിളക്കുമില്ല, കുന്തമില്ല. ഇവളെവിടെ പോയി? തുളസി മോളെ, തുളസി. രാജമ്മേ. എന്താ മാവ? തുളസി ഇങ്ങോട്ട് വന്നു. ഇല്ലല്ലോ. ഇങ്ങോട്ട് എവിടെ പോയി കാണും? തുളസി, തുളസി. മോളെ, എന്തൊരു ഇരിപ്പാണിത്? നേരെ വിരട്ടിയത് കണ്ടില്ലേ? നീ കഴിക്കുന്നില്ലേ? നീ കഴിക്കുന്നില്ലേന്ന്? അതെന്താ? വിശപ്പില്ല. എന്ത് പറ്റി നിനക്ക്? നീ ഇനി ഉറങ്ങിയില്ലേ? ഓഫീസിലേക്ക് പോയിക്കോളൂ. സന്ധ്യക്ക് മുമ്പ് വരാന്ന് പറഞ്ഞിട്ട് പറ്റിയില്ല തുളസി, ജോലി തീരണ്ടേ. തുളസി, തുളസി, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ?
വിട്ടിട്ട് ഉണ്ണേട്ടൻ എവിടെയെങ്കിലും പോയാലുണ്ടല്ലോ ഞാൻ മരിക്കും. നിന്നെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാണ് മോളെ? ഞാനൊന്നും പോയില്ല. ഇത് നടക്കുന്ന കാര്യമാണോ? നീ ആശിക്കുന്ന എന്താണെന്ന് വല്ല തിട്ടവും ഉണ്ടോ നിനക്ക്? വാരക്കൂലി വാങ്ങിക്കുന്ന ഒരു പാവപ്പെട്ട കങ്കാണിയുടെ മകളാണ് നീ. നിനക്ക് ആ സാറിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ സാധ്യമാവും മോളെ? അവർ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാ. അടുത്ത സ്ഥലത്തേക്ക് മാറ്റം കിട്ടുന്നവരെ അവർക്കിവിടെ പേരുള്ളൂ. പിന്നെ ചെല്ലുന്നിടം അതങ്ങനെയാ. അവരുടെ കാര്യം നടക്കുന്നവരെ പല ഉറപ്പുകളും തരും. വെളുത്ത് കാണുന്നതെല്ലാം പാലെന്ന് വിശ്വസിക്കുന്ന പ്രായമേ നിനക്കായിട്ടുള്ളൂ. അല്ലച്ച, എനിക്കറിയാം, നല്ലോണം അറിയാം. അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടുന്നത് മറക്കാൻ വേണ്ടിട്ടല്ല, എനിക്കത് ഉറപ്പാ. എന്ന് നിനക്ക് ഇപ്പൊ തോന്നും. അത് കേട്ട ഒപ്പത്തിന് ചാടാ ഞാൻ നിന്നാൽ പിന്നെ ദുഃഖിക്കാനേ ഇടയുണ്ടാവൂ. ഈ ബന്ധം അച്ഛന് ഇഷ്ടമല്ല മോളെ. അച്ഛന് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല. സാരല്ല, ഇങ്ങനെ നാശിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതിക്കൊള്ളാം. പക്ഷെ വേറെ കല്യാണം, അത് മാത്രം അച്ഛൻ ഈ ജന്മത്തെ എന്നോട് പറയരുത്. വന്നു പോകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരുപാട് വഞ്ചനകളുടെ കഥകൾ ഇവിടത്തെ താഴ്വരകൾക്ക് പറയാനുണ്ടാവും. പക്ഷേ അമ്മാവൻ എന്നെ അക്കൂട്ടത്തിൽപ്പെടുത്തരുത്. ഒരു തമാശയ്ക്കോ തൽക്കാലത്തെ നേരം പോക്കിനോ വേണ്ടി എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചാണ് ഞാൻ വളർന്നത്. സ്നേഹത്തിന്റെ വില എനിക്ക് നന്നായിട്ടറിയാം. വളരെ കുറച്ചിടത്ത് മാത്രമേ എനിക്ക് സ്നേഹം കിട്ടിയിട്ടുള്ളൂ. അത് നഷ്ടപ്പെടുത്താൻ ഒരു കുടുംബത്തെ പോറ്റാനുള്ള ശേഷി എനിക്കുണ്ട്, വരുമാനവും. പിന്നെ ജാതിയും പണവും സ്ഥിതിയും ഇതൊന്നുമില്ലാതാണ് ഞാനും വളർന്നത്. ഒരു കുറവും വരുത്താണ്ട് ഞാൻ തുളസിയെ നോക്കിക്കോളാം. അമ്മാവൻ എതിര് പറയരുത്. സാറ് പറയുന്നത് വലിയ കാര്യങ്ങളാ, നല്ല കാര്യങ്ങളാ. അത് മനസ്സിലാക്കാനുള്ള വിവരമോ വിദ്യാഭ്യാസമോ ഈ പാവത്തിനില്ല. സാറിനെ വിശ്വസിക്കണോ അതോ പേടിക്കണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് മാത്രമേ എനിക്കറിയൂ, എൻ്റെ മോള്. അവള് മാത്രമേ ഉള്ളൂ എനിക്ക്. കള്ളു കുടിക്കുമ്പോ പോഴത്തം കൊണ്ട് വല്ലപ്പോഴും ചുണ്ടി പിടിപ്പിച്ചിട്ടുള്ളതല്ലാതെ ഒരു നോക്കുകൊണ്ട് പോലും എൻ്റെ തുളസിയെ ഞാൻ നോവിച്ചിട്ടില്ല. അവൾക്ക് നല്ലത് വരണം, നല്ലത് മാത്രം. തുളസിക്ക് ഞാനുണ്ട് എന്നും അമ്മാവൻ വിശ്വസിക്കുന്നു. തുളസിയുടെ അച്ഛൻ സമ്മതിച്ചു. എനിക്ക് വേറെ ആരോടും ചോദിക്കാനില്ലായിരുന്നു. കല്യാണം ഉറപ്പിച്ചു. കല്യാണത്തിന് മുമ്പ് ബാലനെ ചെന്ന് കാണണം, വിവരം പറയണം. ബാലനോ? ആ, എന്റെ സ്നേഹിതൻ. ആ ഫോട്ടോ? അതെ. കത്തെഴുതിയാലും മതിയായിരുന്നു. പക്ഷേ പോരെന്ന് തോന്നി. പണ്ട് പണ്ടേ ഉള്ളൊരു വാക്ക്. കല്യാണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് വന്ന് ക്ഷണിക്കണമെന്ന്. ചെറിയ കാര്യമാണ്. പക്ഷേ ചെറിയ കാര്യങ്ങൾ മാത്രമുള്ളവർക്ക് അതും വലുതല്ലേ. ഞാൻ പോകാൻ തന്നെ നിശ്ചയിച്ചു. നിങ്ങൾ തന്നെ പോണോ? ഒരു കത്തെഴുതിയ പോരെ? എനിക്കിതാ മനസ്സിലാവാത്ത. ഒരു കത്തെഴുന്നതിന് പകരം ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന എന്തിനാണ്? ഒരു പകല് മുഴുവനും ബസ്സിലിരിക്കണ്ടേ? വേണം. ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ പോകാതെ പറ്റില്ല തുളസി. എന്തോ എനിക്കിഷ്ടമില്ല. പോട്ടെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പുറത്തു തന്നൂടെ എനിക്ക് വേണ്ടി? ശരി, എന്ത് വേണേലും ആയിക്കോ. ഉണ്ണേട്ടാ, ദേ ഒരു കാര്യം, പോകുന്നൊക്കെ കൊള്ളാം, ഉടനെ തിരിച്ചിങ്ങി വരണം. ഒരിടത്ത് പോയാൽ പറഞ്ഞ സമയത്ത് തിരിച്ചു വരണ പതിവില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഇത്തവണ തെറ്റിക്കില്ല. വാക്ക്. 3-ാം ദിവസം ഞാനിവിടെ ഉണ്ട്. എത്ര എണ്ണമോ ഒരു ദിവസം വലിച്ചു കൂട്ടണേ? മതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചേടാ, കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എന്നെ ഇങ്ങനെ മൂക്ക് കയറിട്ട് ഭരിക്കാൻ തുടങ്ങിയ കല്യാണം കഴിച്ചാലുള്ള കാര്യം എന്തായിരിക്കും? സൗകര്യം ഉണ്ടേ മതി, കണക്കായി പോയി. സമ്മതിച്ചു.